ഇനി കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വാഹനത്തിലിരുന്ന പൾസർ സുനി ഫോണിൽ സംസാരിച്ച ശ്രീലക്ഷ്മി ആരെന്നാണ് കോടതിയുടെ ചോദ്യം. കേസുമായി ഒരു ബന്ധവുമില്ലെന്നും 4 തവണ പോലീസിന് മൊഴി നൽകിയിരുന്നെന്നുമാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവിന്റെ പ്രതികരണം. ഏതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ആക്ച്വലി നമ്മൾ അതേപോലെ ഫോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒക്കെ പറഞ്ഞപ്പോ തന്നെ നമുക്ക് ആള് മനസ്സിലായപ്പോ തന്നെ നമ്മൾ ഫോണും നമ്മൾ അങ്ങോട്ട് ഓൾറെഡി വോളണ്ടറിലി നമ്മൾ ഫോണും സിം കാർഡും ഒക്കെ നമ്മൾ സറണ്ടർ ചെയ്തതാ. ഇതിപ്പോ നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോ കണ്ട് പരിചയപ്പെട്ട ആളാ. പിന്നെ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. വിളിപ്പിച്ചപ്പോ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. കാര്യം നമ്മളെ കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മള് ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുത്തു. ഇനി നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നു, ഫോണും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേസമയം കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഉടൻ അപ്പീൽ നൽകും. നിയമവിദഗ്ധരുമായി ചർച്ചകൾ തുടങ്ങി. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. വിപിൻ, ഈ വിധിന്യായം അത് ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ അതിലെ ഓരോ വിവരങ്ങളും ഓരോ ദിവസമായിട്ടാണ് പുറത്തു വരുന്നത്. അതിൽ ഈ കോടതിയുടെ ഒരു ചോദ്യമുണ്ടായിരുന്നല്ലോ, ആരാണ് ഈ ശ്രീലക്ഷ്മി എന്ന ചോദ്യം. ഇപ്പോൾ പ്രേക്ഷകർക്കൊക്കെ അതിന്റെ ഉത്തരം കിട്ടി. ശ്രീലക്ഷ്മിയുടെ ഭർത്താവിന്റെ ശബ്ദമാണിപ്പോൾ പ്രേക്ഷകർ കേട്ടത്. എങ്ങനെയായിരുന്നു പൾസർ സുനിയുമായുള്ള ശ്രീലക്ഷ്മിയുടെ പരിചയം എന്നൊക്കെ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നുണ്ട്. പക്ഷെ കോടതി ഇവിടെ ചോദിച്ച ഒരു ചോദ്യം ഇതുപോലെ തന്നെ പലതവണ വിളിച്ചു, മൊഴിയെടുത്തു, ഫോൺ അടക്കം കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും ഇത്രയും വലിയ ഒരു കേസിൽ എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയെ സാക്ഷിയാക്കിയില്ല എന്ന കോടതിയുടെ ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. അതെ ക്രിസ്റ്റീന, ഈ വിധിന്യായത്തിൽ പറയുന്ന ശ്രീലക്ഷ്മി ആര് എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഇപ്പോൾ തെരയുന്നത്. കാരണം ഈ ഒരു കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ആ വാഹനത്തിനുള്ളിൽ ഇരുന്ന് തന്നെ പൾസർ സുനി ഈ കുറ്റകൃത്യത്തിന് മുൻപും ശേഷവും ഈ ശ്രീലക്ഷ്മി ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്, മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായില്ല, അതിലെന്തുകൊണ്ട് കൂടുതൽ ഒരു അന്വേഷണം നടത്തിയില്ല, സാക്ഷിയാക്കിയില്ല എന്നൊക്കെയാണ് വിചാരണ കോടതി ഈ ഒരു ഘട്ടത്തിൽ സംശയമായി പറയുന്നത്. പക്ഷേ പോലീസ് അന്വേഷിച്ച് വരികയും ആ ഫോൺ പരിശോധിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് തന്നെ ഇപ്പോൾ അതിലൊരു വ്യക്തത വരുത്തുന്നുമുണ്ട്. ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ പൾസർ സുനിയുമായി ശ്രീലക്ഷ്മിക്ക് ഒരു വ്യക്തിബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനപ്പുറം ഈ ഒരു കുറ്റകൃത്യമോ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടോ മറ്റു വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് അന്വേഷണ സംഘവും ഈ ഒരു ഘട്ടത്തിൽ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇതിലൊരു സാക്ഷിയാക്കി നിർത്താതിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊരു ഉത്തരമായിട്ട് അന്വേഷണ സംഘം പറയുന്നത് ഈ കാര്യമാണ്. ഇതിൽ പ്രധാനമായും ഇതിലേക്കൊരു ചൂണ്ടുവിരൽ വരാൻ കാരണം ഈ പൾസർ സുനി ആക്രമിച്ച ആ ഒരു സമയത്ത് നടിയുടെ മൊഴി ഉണ്ടായിരുന്നു. ഒരു മേഡത്തിന് വേണ്ടിയാണ് ഈ കൊട്ടേഷൻ എന്നുള്ളത്. ആ മേഡം ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് അന്വേഷണ സംഘത്തിന് ഉത്തരം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിക്ക് അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ശ്രീലക്ഷ്മിയുടെ ഫോണും മെസ്സേജുകളും പൾസർ സുനിയുടെ ഫോണിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് ഈ ഒരു രീതിയിലുള്ള സംശയം വരികയും കൂടുതൽ ചർച്ച അതിലേക്ക് എത്തിയില്ല എന്നുള്ള ഒരു കാര്യം പറയുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം ഇപ്പോൾ ഇത് കോടതിയിലേക്ക് ഈ കേസ് വീണ്ടും എത്തുകയാണ്. ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ തന്നെയാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. അതിൽ നിയമവിദഗ്ധരുമായിട്ടുള്ള കൂടിയാലോചന കഴിഞ്ഞു. കാരണം അത്രത്തോളം ഒരു ലൂപ്പ് ഹോളുകളെ കുറിച്ച് ഈ ഒരു വിധിന്യായത്തിൽ പറയുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ ജാഗ്രതയോടും കൂടുതൽ ശ്രദ്ധയോടും കൂടിയായിരിക്കാം ഹൈക്കോടതിയിൽ അപ്പീൽ പോകേണ്ടത്. അപ്പോൾ ഒരു 10 ദിവസത്തിനകം തന്നെ അപ്പീൽ പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പ്രോസിക്യൂഷൻ നിൽക്കുകയും ചെയ്യുന്നത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.